നമസ്കാരം. CASന്റെ പോസ്റ്റ് പോൾ സർവേയിലേക്ക് സ്വാഗതം. ഈ പോസ്റ്റ് പോൾ സർവേയിൽ ആദ്യം ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത് 6 ജില്ലകളിലെ 60 സീറ്റിന്റെ ഫലമാണ്. മലബാർ, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, 2 മുന്നണികൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ട ഈ മേഖലയുടെ ഫലമാണ് ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്. നോക്കാം. മലബാർ റീജിയൻ LDF 36 മുതൽ 39 സീറ്റ് വരെ 45.5% വോട്ട്. UDF 21 മുതൽ 24 വരെ 42.1% വോട്ട്. BJP 0 to 1 എന്ന് പറഞ്ഞാൽ തുളസിയെണ്ണ അക്കൗണ്ട് തുറക്കണമെന്നില്ല, തുറന്നാൽ തന്നെ 1, 11.6. മറ്റുള്ളവർ 0.8%. ഇതാണ് മലബാറിനെ മുൻനിർത്തിയുള്ള 60 സീറ്റുകളെ മുൻനിർത്തിയുള്ള CASന്റെ ഫലപ്രഖ്യാപനം. ഉണ്ണികൃഷ്ണൻ, ഒരു സ്വീകാര്യമായ ഒരു കണക്കായിട്ട് തോന്നുന്നുണ്ടോ? സ്വീകാര്യമായ കണക്കാണ് തീർച്ചയായിട്ടും. ഒരു പക്ഷേ 21 മുതൽ 24 സീറ്റ് എന്ന് പറയുന്നത് അത് മലപ്പുറത്ത് കിട്ടാൻ പോകുന്ന ഒരു 10, 16, 17, 18 സീറ്റിന്റെ ഒരു ഇതിൽ നമ്മൾ ഈ അതേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വതന്ത്രന്മാരും ഉൾപ്പെടുത്തിയിട്ടാണോ? ഇല്ല, അതേഴ്സിലൊന്നുമില്ല. അല്ല, LDFന്റെ സ്വതന്ത്രന്മാരെ LDFലേക്ക് ഉൾപ്പെടുത്തി. 36, 39 LDF പാലക്കാട് വരെ എത്തുന്നുണ്ടോ? ഉണ്ട്. പാലക്കാട് വരെ അതെ. മറ്റുള്ള സ്വതന്ത്രന്മാരെ മറ്റു കാര്യങ്ങള് പിന്നെ ബിന്ദു കൃഷ്ണയുടെ കുറെ വിമതന്മാര് കണ്ണൂരിലുണ്ട്. രാകേഷ്, മറ്റുള്ള ആൾക്കാർ, സത്താർ എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ. മലപ്പുറം കഴിഞ്ഞ് 9ാം ജില്ല പാലക്കാട് വരെ വരുന്നുണ്ട്. 6 ജില്ല 60 സീറ്റ്. BJPക്ക് ഒന്നുപോലും സാധ്യത ഇല്ലെന്നാണ് പറയുന്നത്. 0 to 1 അവിടെയാണ് ശ്രീ MS കുമാർക്ക് ഏറ്റവും പ്രതീക്ഷ ഇറങ്ങിയിരിക്കുന്ന മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും പാലക്കാടും ഒക്കെ. ഓക്കെ, 28. ഇനി നിങ്ങളുടെ അറിവിലേക്ക് കഴിഞ്ഞ 2011 ഇടതുപക്ഷത്തിന് ഇവിടെ കിട്ടിയിരുന്ന 28 സീറ്റായിരുന്നു. ആ UDF 32 സീറ്റ്, അതായത് 10ഓളം സീറ്റുകൾ UDF നഷ്ടപ്പെടുന്നു, 10ഓളം സീറ്റുകൾ LDF മലബാറിൽ വർദ്ധിക്കുന്നു. ഇതാണ് മലബാറിനെ മുൻനിർത്തിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം. ഇതിൽ BJPക്ക് 0 to 1 എന്നുള്ളത് ഇവരുടെ CASന്റെ കണക്ക് പ്രകാരം അടുത്ത് വരുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരമായിട്ടാണ് കാണപ്പെടുന്നത്. പാലക്കാട് വരുന്നില്ല. ഇല്ല, പാലക്കാട് കയറുന്നില്ല, മഞ്ചേശ്വരമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ പോലും ഉറപ്പില്ല, അതുകൊണ്ടാണ് 0 to 1 ഇട്ടിരിക്കുന്നത്. അപ്പം കുമാർ, അത് മാത്രമല്ല 11.6% വോട്ടേ ഉള്ളൂ. അതായത് BJPക്ക് ഒരു വലിയൊരു പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല കാണുന്നത്. മുരുകൻ, അഭിപ്രായം പറ. ഇത്രയും LDF കിട്ടണ്ടയോ, UDF കുറയോ? ഈ വോട്ടിംഗ് പെർസെന്റേജ് ഏതാണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. 40% കറക്റ്റായി വരുന്നുണ്ട്. 45, 42 വരുന്നുണ്ട്. പക്ഷെ സീറ്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ റിയാലിറ്റി അത്ര 36 മുതൽ 39 വരെ പോകുന്നൊരു സംശയമുണ്ട്. 36 മുതൽ 39 വരെ കിട്ടാൻ സാധ്യതയില്ല. 8 സീറ്റിന്റെ ഗെയിൻ അല്ലേ വരുന്നുള്ളൂ. 8 സീറ്റിന്റെ ഗെയിൻ റിയലിസ്റ്റിക് ആണ്, ബേസിലാണ്. 8 സീറ്റ് മുരുകൻ ഉദാഹരണം പറഞ്ഞാൽ കണ്ണൂര് 2 സീറ്റ് അധികം കിട്ടുന്നു, വയനാട് 1 സീറ്റ് കിട്ടുന്നു, കോഴിക്കോട് 2 സീറ്റ് കിട്ടുന്നു, പാലക്കാട് 2 സീറ്റ് കിട്ടുന്നു, മലപ്പുറം 2. അപ്പൊ ഇതിന് 9. ഒരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവ്യക്തതയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ സുനിശ്ചിതമായിട്ട് പറയാം, മലബാർ മേഖലയിൽ വ്യക്തമായ മുൻതൂക്കം LDFനുണ്ട്. അതിന് യാതൊരു സംശയവുമല്ല. അത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. പ്രഭാഷ്, ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ഫിഗർ ആണ്. തീർച്ചയായും റീസണബിൾ ആയിട്ടുള്ള ഫിഗർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ കണക്കിൽ എന്തെങ്കിലും മാറ്റം? താങ്കൾ എന്തോ ഒരുപാട് കണക്കുകൾ വെക്കുന്ന ആളാണ്. ഇല്ല, ഞാനത് നോക്കാൻ ലേഖന പരമ്പരകൾ പത്രങ്ങളിൽ മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീ പോൾ സർവേയിൽ നിന്നും പോസ്റ്റ് പോൾ സർവേയിലേക്ക് വന്നപ്പോൾ 1 സീറ്റിൽ കുറഞ്ഞു എന്നുള്ളതാണ്. LDFനോ? LDF അല്ല, ശ്രീ ഉണ്ണികൃഷ്ണൻ തോന്നുകയാണ്. ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ട എന്ന് പറയുന്ന കണ്ണൂർ ജില്ല ഉൾപ്പെടുന്നതാണല്ലോ മലബാർ മേഖല. അവിടെ പോലും ഇത്ര ഒരു ചെറിയ അഡ്വാൻറ്റേജേ ഉള്ളൂ എന്നെങ്കിൽ അല്ലല്ല, ചെറിയ അഡ്വാൻറ്റേജ് അല്ല അവിടെ. അപ്പൊ പിന്നെ സീറ്റുള്ള ഒരു സ്ഥലത്ത് 10 സീറ്റ് ഒരു മേഖലയിൽ നിന്ന് ഗെയിൻ ചെയ്യുക എന്ന് പറയുന്ന അജിത്ത് എങ്ങനെയാ ചെറുതായിട്ട് കാണുന്നത്? അടുത്ത ഒരു സെക്കൻഡ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റ് LDF ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ 2011 ആ മേഖലയിൽ 32 സീറ്റാണ് UDF ഉണ്ടായിരുന്നത്. ഈ LDF 4 സീറ്റ് കൂടുതലായിരുന്നു. അതെ,
LDF 28 ഉണ്ടായിരുന്നു. അതെ, 4 സീറ്റ് കൂടുതലാണ് അവിടെയാണ് അതായത് 10ഓളം സീറ്റുകൾ UDF ആ മേഖലയിൽ കുറയുന്നു ബിന്ദു എന്നുള്ളതാണ് പ്രശ്നം. എനിക്കത് തോന്നുന്നില്ല. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ചാലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക എന്ന നിലയിലാണെങ്കിലും ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തും. കൂടാതെ ഉദുമ, കുന്നമംഗലം, കുറ്റ്യാടി തുടങ്ങിയ LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചു പിടിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ആ പെട്ടിയിലുള്ള വോട്ടിനെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. ബിന്ദു, ഞാൻ വരുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. എന്ന കാരണം കണ്ണൂർ കഴിഞ്ഞ പ്രാവശ്യം UDF, ഇത് ഞാനൊരു പക്ഷം പിടിക്കാൻ വേണ്ടിയല്ല, 6 സീറ്റ് LDFനും 5 സീറ്റ് UDFനും. ഒരുപക്ഷെ UDFന് ചരിത്രത്തിൽ ഇത്രത്തോളം 5 സീറ്റ് കിട്ടി. ആ 5 സീറ്റ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ സാഹസമാണ് ഇക്കുറി. അതിന് തർക്കം എനിക്ക് തോന്നുന്നില്ല. ആ 5 സീറ്റിൽ നിന്ന് 1, 2, 3 വേണമെങ്കിൽ പോകാം. പ്രത്യേകിച്ച് സവിശേഷമായൊരു സാഹചര്യമുണ്ട്. 5, 6 വിമതന്മാർ ഇക്കുറി അവിടെ കണ്ണൂർ മത്സരിക്കുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ണൂർ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുന്നു. ബിന്ദു, ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയാൻ പറ്റുമോ? അതെ, കണ്ണൂർ അസംബ്ലി മണ്ഡലം ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും. രണ്ടാമത് ഇരിക്കൂർ, എന്ത് വിമത ശല്യം ഉണ്ടായാലും ജോസഫ് ജയിക്കും. കൂത്തുപറമ്പ് CKP മോഹനൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊതുവായൊരു പൊതുവികാരമുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ മറ്റ് കൂത്തുപറമ്പ് ഞങ്ങൾ നിലനിർത്തും. CKP മോഹനൻ. പേരാവൂർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ജയിക്കും. അഴീക്കോട് ശ്രീ KM ഷാജി ജയിക്കും എന്ന് തന്നെയാണ് ഏതെങ്കിലും സീറ്റ് അവിടുന്ന് പിടിച്ചെടുക്കുമോ? ഈ 5 സീറ്റ് ഉറപ്പാ നിലനിർത്തും. ഉദുമ കാസർഗോഡാ. അല്ല, ഒരു സെക്കൻഡ്. കണ്ണൂര് സമ്പത്തിന്റെ പാർട്ടിക്കുള്ള 6 സീറ്റിൽ നിന്ന് ഏതെങ്കിലും സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഇത് ഇൻഡിപെൻഡന്റ് ആണോ? അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിന്ദുക്ക് പറയാൻ പറ്റില്ല. പറയാനും പാടില്ല. അല്ല, ഒരു കാര്യം, ഇതിൽ വരുമ്പോൾ ഇത് ഏകദേശം റിയലിസ്റ്റിക് ആയ ഒരു കണക്ക് തന്നെയാണ്. അതിന്റെ കാരണം പറയാം. മുസ്ലിം പോപ്പുലേഷനാണ് ഇവിടെ വോട്ട് ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ആന്റി BJP ആണല്ലോ മുസ്ലിം പോപ്പുലേഷൻ. തീർച്ചയായിട്ടും BJPയെ പ്രതിരോധിക്കാൻ UDFനല്ല, LDFനാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് കൂടുതൽ ശക്തി, കൂടുതൽ ഫലപ്രദമായ പ്രതിരോധ നിര തീർക്കാൻ കഴിയുക എന്ന് മുസ്ലിം സമൂഹം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ, അതുകൊണ്ടാണ് കോഴിക്കോട്ട് വളരെ വലിയൊരു മാറ്റം ഉണ്ടായത്. ഇക്കുറി ഈ മലബാർ മേഖലയിൽ ഇതുവരെ LDFന് കടന്നു കയറാൻ കഴിയാതിരുന്ന മുസ്ലിം പോപ്പുലേഷൻസിലേക്ക്, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഇൻഡിപെൻഡൻ്റായ പഴയ ലീഗുകാരെയും വെറും കറകളഞ്ഞ മാർക്സിസ്റ്റുകാരെയും ഒഴിവാക്കിക്കൊണ്ട് സ്വതന്ത്രരെ ഫീൽഡ് ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ അവിടെ അക്സെപ്റ്റബിളായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു തന്ത്രം ആവിഷ്കരിക്കുകയുണ്ടായി. അത് പൊതുവെ നോക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ BJPയെ നേരിടാൻ CPM ആണ് ഫലപ്രദമെന്ന ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഈ പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു ചെറിയ ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് LDFലേക്ക് ഒരു ഷിഫ്റ്റ് കാണുന്നുണ്ട് കഴിഞ്ഞ ഇലക്ഷൻ മലബാറിൽ. അതേപോലെ തന്നെ BDJSന്റെ എഫക്ട് മറ്റ് റീജിയണിൽ ഉള്ള ഇൻഫ്ലുവൻസ് മലബാറിലില്ല. അതായത് സെൻട്രലിലും സൗത്തിലും ഉള്ള അത്രയും ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ഈ BJPക്ക് 11.6% ആകാൻ കാരണം മലപ്പുറത്തെ വോട്ടിൻ്റെ കുറവാണ്. അതേസമയം മറ്റ് ചില ജില്ലകളിൽ, ഉദാഹരണം പാലക്കാട്, പിന്നെ കാസർഗോഡെല്ലാം വെക്കുകയാണെങ്കിൽ അവിടെ 16-17% വോട്ട് അവർ കിട്ടുന്നുണ്ട്. മലപ്പുറം കൂടെ വരുന്നത് കൊണ്ടാണ് ഇത് കുറഞ്ഞു പോകുന്നത്, ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നത്. സമ്പത്ത്, ഈ സീറ്റിൽ താങ്കൾ തൃപ്തനാണോ? 36 മുതൽ 39. ആളൊന്നും അല്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. കുറച്ചുകൂടി സീറ്റുകൾ ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ അജിത്ത് പറഞ്ഞ എൻ്റെ സഹനാമധാരി പറഞ്ഞ അതിനകത്ത് ഞാനൊരു പേര് പുതിയ സബ്ജക്റ്റുകൾ കൊടുത്തോണ്ടിരിക്കുക. അല്ലല്ല, BJPക്കെതിരെ കോൺഗ്രസിന്റെ ശബ്ദം ദുർബലമായിരുന്നു എന്ന് മിസ്റ്റർ അജിത്ത് പറഞ്ഞ് ഞാൻ ചോദ്യം ചെയ്യുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ A.K. ആന്റണി ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗങ്ങൾ അദ്ദേഹം വന്നു. 1-ാം നമ്പർ ശത്രു BJPയാണ് 1-ാം നമ്പർ ശത്രു എന്ന് പറഞ്ഞു. ഒടുവിൽ ഉമ്മൻചാണ്ടിയെ VM സുധീറിന് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. ഉമ്മൻചാണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു BJPയാണ് അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ 1-ാം നമ്പർ ശത്രു. ഒരു കുഴപ്പമില്ല, നമുക്ക് തീരുന്ന സമയത്ത് തീർക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ അജിത്തിനെ ഒന്ന് മോഹിപ്പിച്ചിരുത്തുന്നത്. ഈ ആക്സിസ് സർവേ UDFന് ഏറ്റവും കുറച്ച് സീറ്റ് പറഞ്ഞ സർവേ പോലും കോഴിക്കോട് ജില്ലയിൽ UDFന് സീറ്റ് കൂടുതൽ കിട്ടുന്നു എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മലബാറിന്റെ മുകളിൽ ഏറെക്കുറെ
കുമാറിന് പോലും ഒരു ആക്ഷേപവും ഇല്ല. എനിക്ക് ആക്ഷേപമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ആ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു മാന്യമായി വരുന്നു വിചാരിച്ചു. ഞാൻ എപ്പോഴും കുമാറിന് കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. അല്ലെ ഞാൻ എപ്പോഴെങ്കിലും കുമാറിന് അവസരം കൊടുക്കായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ബിന്ദു കൃഷ്ണയുടെ മാസ്റ്റർ സ്ട്രോക്കിൽ അങ്ങോട്ട് വൈകിപ്പോയോന്ന്. അതെ അതെ പറ. 11% വോട്ടല്ല BJPക്ക് മലബാർ മേഖലയിൽ നിന്ന് കിട്ടേണ്ടത്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാരണമാകാം, മലപ്പുറം ജില്ല കൂടി കയറി വന്നതുകൊണ്ടായിരിക്കാം ഇത്രയും കുറഞ്ഞത്. ഒരു 20% വോട്ട് അവിടെ കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കും. കണ്ണൂര്, പാലക്കാട്, കാസർഗോഡ്, അതിലെ ഈ 3 സീറ്റ് അസംബ്ലിയിൽ 3 സീറ്റ് ഉറപ്പായിട്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് എണ്ണം പറയാമല്ലോ, കൃത്യമായിട്ട് പറയാമല്ലോ. കുമാർ ഉദ്ദേശിക്കുന്നത് വേറെ എങ്ങനെ എണ്ണം? അജിത്തെ അതിന് പ്രത്യേകിച്ച് വലിയ എനിക്കറിയാം. ഞാൻ ഈ മണ്ഡലങ്ങളിലെ പേര് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കുറെ കാലമായി. ഞങ്ങളിതെല്ലാം പരസ്പരം അതെ, അതായത് അദ്ദേഹം അദ്ദേഹം പറയാൻ പോകുന്ന മണ്ഡലങ്ങള് മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്. അതില് ഞാൻ കുമാറിനെ ഇരുത്തി കഴിഞ്ഞ ദിവസം കാണിച്ചു കൊടുത്തു. ഒരു കാരണവശാലും കാസർഗോഡും പാലക്കാടും കിട്ടില്ല. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ, വിരളമായ സാധ്യത ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ മഞ്ചേശ്വരത്ത് നമ്മുടെ സുരേന്ദ്രനെതിരായ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്നും കൂടി ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അല്ല, മിസ്റ്റർ സുരേന്ദ്രൻ ജയിച്ചു വരാൻ മിസ്റ്റർ കുമാറിന് നല്ല താല്പര്യവും ഇല്ല. അത് പറയും, അത് BJP പോളിറ്റിക്സ് പറയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വിവാദങ്ങളായിരിക്കും അല്ലേ? മഞ്ചേശ്വരവും പാലക്കാട് ഉറപ്പാണ്. മുരുകൻ റെഡിയായി. മുരുകൻ റെഡിയാണ്. ഇടതായാലും വലുതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ അഭിപ്രായം. ആഗ്രഹങ്ങൾക്ക് സീറോയിൽ കഴിഞ്ഞു വന്ന് അദ്ദേഹം വെച്ചുവെക്കട്ടെ. അല്ല, അദ്ദേഹം നിങ്ങൾക്ക് മഞ്ചേശ്വരവും പാലക്കാട് ഉറപ്പാണെന്നല്ലേ പറഞ്ഞു? എനിക്ക് ഉറപ്പാണ്. മുരുകൻ അല്ല, അദ്ദേഹത്തോട് സാർ ആദ്യത്തെ ഒരു ബെറ്റുണ്ട് സാർ. ഏതാണ്? ഞങ്ങള് അക്കൗണ്ട് തുറക്കുമോ ഇല്ലെന്ന് അദ്ദേഹത്തെ പറയുന്നത് ബെറ്റ് വെക്കാം. അല്ല, അത് അജിത്ത് വേണം പന്തയം വെക്കും. അക്കൗണ്ട് തുറക്കുമോ? BJP അക്കൗണ്ട് തുറക്കുവോ? അക്കൗണ്ട് തുറക്കേണ്ടതാണ്. ഇന്നലെ പറഞ്ഞത് എന്താണ്? അല്ല, ആഗ്രഹം പറയുന്നത്. അല്ല, അക്കൗണ്ട് തുറക്കാൻ അർഹതയുണ്ട് BJP. കാരണം BJP ശതമാനം വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് ഒരു അക്കൗണ്ട് അത് വേറെ തുറക്കോ ഇല്ലോ എന്നുള്ളത് ചോദിച്ചാൽ മതി. അല്ലാതെ വേണ്ടിയിരുന്നോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അത് വേറെ, അതെന്ത് കണക്കാണ്? അക്കൗണ്ട് തുറക്കുമോ? അക്കൗണ്ട് തുറക്കണമെന്ന് തുറക്കുമെന്ന് ഞാൻ അവരുടെ ആഗ്രഹത്തെ. അടുത്ത് സഹതാപകാരിയോട് ചോദിച്ചോ. സഹതാപകാരി അതായത് അക്കൗണ്ട് തുറക്കോ ഇല്ലയോ? ഉറപ്പല്ലേ ഇല്ലെന്ന്? എത്ര രൂപ പറ, വേഗം തീരുമാനിക്കും. അല്ല, ഇല്ലെന്ന് പറയാൻ പറയട്ടെ. ഇല്ലെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. ഇല്ലെന്ന് ഉറപ്പില്ല. പറ. ബെറ്റ് വെക്കണം. ബെറ്റ് 101 രൂപ. 101 രൂപയുടെ ബെറ്റ്. ഒന്നെഴുന്നേക്ക്. ഓക്കെ, ആരാ മധ്യസ്ഥൻ? മധ്യസ്ഥനായിട്ട് സ്ഥിരം മധ്യസ്ഥൻ. 101 രൂപ കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ കൊടുത്തിട്ടില്ല. അത് കിട്ടുന്നതാണ് ഞാനാണ്. ഒരു കൗണ്ടർ ഗ്യാരണ്ടി ഉണ്ട്. നിയമസഭയിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് 1 രൂപ എടുത്ത്. ഒരു 100 രൂപ. 100 രൂപ വായ്പ. അതല്ല, എന്റെ പൈസ ആകെ 20 രൂപയാ. പാർട്ടിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഇതായത് ഏൽപ്പിച്ചിരിക്കും. യഥാർത്ഥ സിനിമാക്കാരൻ തന്നെ. അതെ, അങ്ങനെ പറയരുത്. സിനിമാക്കാരെ ദരിദ്രരാന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ഒരുപാട് ബ്ലാങ്ക് ചെക്കുകളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. തിരിച്ചു വരുന്ന റിട്ടേൺ വണ്ടി ചെക്ക് എന്തോ നീ പറയണം. ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാലോ? അതെ, ഹിന്ദുവിലായിരുന്നു. എങ്കിൽ പോലും ഒരുപക്ഷെ അതായത് തുളസി എണ്ണ ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, താങ്കൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കണം. ഇതിനകത്ത് കക്ഷി നേരാ പലരും ഉണ്ടെങ്കിൽ അതുകൂടെ വെല്ലുവിളിക്കാം. അതല്ല, പുള്ളി പണ്ട് ഉറച്ചു നിന്നിട്ടില്ല. എനിക്കുള്ള പഞ്ചായത്തിൽ അല്ലല്ല, കക്ഷി ചേരാ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കും. കക്ഷി ചേരാ മുരുകനുണ്ടോ? മുരുകൻ പേടിച്ചു. അതല്ല നമ്മളിപ്പോ എന്താ ആരെങ്കിലും ഉണ്ടോ? ബിന്ദുനുണ്ടോ? അഭിപ്രായമുണ്ട്. കേരളത്തിൽ ഈ മലബാർ റീജിയനിൽ മാത്രമാണല്ലോ. അല്ലല്ല, കേരളത്തിലെ ഇനിയും പറ്റുവയ്ക്കാനുണ്ട്. കേരളത്തിലെ സമ്പത്തെ ദയവ് ചെയ്ത് വിഷമത്തിലാക്കരുത്. ഓക്കെ, മലബാർ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. കുമാർ,
മറ്റൊരു മേഖല, അതായത് മധ്യ കേരളം. നോക്ക്, രണ്ടും എന്തുകൊണ്ടും കറക്റ്റാണ്. ഏത് വാക്കിട്ടാലും കറക്റ്റ് ആവും. LDF 18 മുതൽ 21 വരെ, UDF 20 മുതൽ 23 വരെ. UDFന്റെ മേൽക്കോയ്മ സെൻട്രൽ കേരളയിൽ നിലനിൽക്കുന്നു. വോട്ടിംഗ് പെർസെന്റേജ് LDF 40.6, UDF 42.1, BJP ഒരു സീറ്റും കിട്ടുന്നില്ല. പക്ഷേ എങ്കിൽ പോലും 14.5. 41 സീറ്റുകളുള്ള 4 ജില്ലകളുള്ള തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ഈ ജില്ലകൾ, ഇടുക്കി അല്ലെ, 4 ജില്ലകളിലെ 41 സീറ്റുകളിൽ UDFന് മേൽക്കോയ്മ. തൃശ്ശൂർ 2011 UDF 26 സീറ്റ് ഈ മേഖലയിൽ നിന്ന് വാങ്ങിയിരുന്നു. അത് LDF 15. അതായത് 3-4 സീറ്റിന്റെ വ്യത്യാസമാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ സമ്പത്ത്, ഇത് മറ്റ് സർവേകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മധ്യ കേരളത്തിൽ ഇപ്പൊ ആക്സിസ് പോളിൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ വ്യത്യാസമാണ്. പക്ഷേ നമ്മുടെ സോമശേഖരനും ബിബീഷും സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിന്റെ സർവേയിൽ LDFന് അല്ല മധ്യ കേരളത്തിൽ മേൽക്കോയ്മ. എന്താണ് പറയും? സർവേയുടെ ഒരു ഘട്ടത്തിലും, അതായത് ആദ്യത്തെ, ഇത് 3-ാം ഘട്ടമാണ്, ഈ 3 ഘട്ടങ്ങളിലും ഒരിക്കൽ പോലും UDFന്റെ മേൽ LDFന് ഒരു മേൽക്കോയ്മ നേടിയെടുക്കാൻ മധ്യ കേരളത്തിൽ LDFന് സാധിച്ചിട്ടില്ല. ഇപ്പൊ ബിന്ദു കൃഷ്ണയുടെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രേയംസ് കുമാർ നടത്തുന്ന മാതൃഭൂമി ചാനലിൽ ഇങ്ങനെ മറ്റേ മധ്യ കേരളത്തിൽ മുഴുവൻ ഇടതുപക്ഷം കൊള്ളുന്നു. പക്ഷെ ഇവിടെ ബ്രിട്ടാ സാറ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞ സർവേ ടീമാണിത്. സർവേ ടീമിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരുടെ കണക്ക് പ്രകാരം മധ്യ കേരളത്തിൽ, സെൻട്രൽ കേരളയിൽ UDFന് ഒരു മേൽക്കോയ്മയുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇത് LDFന് സെൻട്രൽ കേരളത്തിൽ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കാരണം ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കാരണം ഓഫ് കോഴ്സ് ഈ 4 ജില്ലകളിൽ LDFന് അനുകൂലമായ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയും. കാരണം BDJS ആണ് അവിടെ ഒരു പ്രതിരോധം തീർക്കേണ്ടത് LDF. അപ്പോൾ BDJS ഒരു പ്രതിരോധം തീർക്കാൻ, LDFന് ശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിയാത്തതിൻ്റെ കാരണം SNDPയുടെ റാങ്ക് ആൻഡ് ഫയലിൽ കോൺഗ്രസ്സുകാരാവുന്നത്. അണികൾ ഷിഫ്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമല്ലേ LDFന്റെ അണികളെ പിടിച്ചു നിർത്താൻ, ഇപ്പുറത്തോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ LDFൽ നിന്ന് മാറ്റിയെടുക്കാൻ BDJSന് കഴിഞ്ഞെങ്കിലേ അവിടെ സീറ്റുകൾ. ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊന്ന് ഉണ്ണിക്ക് ആ ഭാഗമായിട്ട് നന്നായിട്ട് പരിചയം ഉണ്ടാകും. എറണാകുളത്ത് ഈ പറയുന്നത് പോലെ കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, ഇങ്ങനെയൊക്കെയുള്ള ബെൽറ്റ് വേണമെങ്കിൽ, ഒരു യാക്കോബ ബെൽറ്റൊക്കെ വേണമെങ്കിൽ UDFൽ നിന്ന് പോയാൽ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി വേണമെങ്കിൽ മാറാം. പെരുമ്പാവൂരടക്കം ഞങ്ങൾ തിരിച്ചു പിടിക്കും. പെരുമ്പാവൂർ ഉൾപ്പെടെ. അത് ഭയങ്കര ഇതിനകത്ത് UDF മേക്കപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ സെൻട്രൽ കേരളമാണ്. അത്രയും വലിയ രീതിയിൽ, കനത്ത രീതിയിൽ അവരൊരു നേട്ടം ഇതിനകത്ത് ഉണ്ടാക്കുന്നില്ല. അല്ല, പക്ഷെ 4 സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ എല്ലാ സീറ്റുകളും നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് അവിടെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഏതൊക്കെ സീറ്റുകൾ എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വണ്ണം വളരെയധികം ടൈറ്റ്ലി കണ്ടസ്റ്റഡ് ആണ് അവിടുത്തെ പല സീറ്റുകൾ. കഴിഞ്ഞ ദിവസത്തെ സർവേയിൽ തൃപ്പൂണിത്തുറയിൽ ശ്രീ K. ബാബു അദ്ദേഹം തോക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കാണുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ P. രാജീവിന്റെയും ശ്രീ M. സ്വരാജിന്റെ അടക്കം പ്രസ്താവനകൾ കണ്ടാൽ അവര് തോൽവി മണക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇല്ല, ഒരു സെക്കൻഡ് ബിന്ദുകൃഷ്ണൻ, ഞാനിപ്പോ ഈ സർവേയിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാജീവ് എന്നെ വിളിച്ചപ്പോൾ രാജീവ് എന്നോട് പറഞ്ഞൊരു വാചകം, അതായത് ഈ പറഞ്ഞ പോലെ ഈ മൂവാറ്റുപുഴ, പിറവം, കോതമംഗലം തുടങ്ങിയ ഏരിയയിലൊക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ കൊച്ചി, തൃക്കാക്കര മേഖലയിലൊക്കെ തൃപ്പൂണിത്തുറയിലെ വോട്ടറാണ്. അവിടെ BDJS വോട്ട് ചെയ്തിരിക്കുന്നത് ബാബുവിനാണ്. അല്ല, ഇത് ഇന്ന് ശ്രീ P. രാജീവ് പറഞ്ഞു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശ്രീ കൊല്ലം തുളസി പണ്ടേ പറഞ്ഞത് വെള്ളാപ്പള്ളിയെ BJP നമ്പാൻ പാടില്ലായിരുന്നു. ഇവിടെ നടന്ന ചർച്ചയിൽ പണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതായത് ഇനി നിഷേധിക്കാൻ പറ്റില്ല, എന്നറിയാം, ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു
BDJS-ഉമായിട്ടൊരു കച്ചവടം BJP-ക്ക് നഷ്ടമാണ്. അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇന്നലെ നമ്മൾ ശ്രീ കുമാറിനോട് പറഞ്ഞു. ഈ ഇലക്ഷൻ അല്ല ശ്രീ കുമാറിനോട് പറഞ്ഞു. കുമാർ പറഞ്ഞിട്ടില്ല. മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല. അല്ലേ, കുമാർ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. കൊല്ലം ഉറച്ചു നിൽക്കുന്നുണ്ട്. അതെ, ഉറച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളെ പോലെ കള്ളം പറയാൻ ശീലിച്ചു. അപ്പൊ ഉറച്ചു നിൽക്കാണ്, ഉറച്ചു നിൽക്കാണ്, ഉറച്ചു നിൽക്കാണ്. ഒരു മാറ്റമില്ല. അതായത് BDJS അല്ലെങ്കിൽ വെള്ളാപ്പള്ളി BJP-ക്ക് ഒരു ബാധ്യതയാണെന്നുള്ള നിലപാട് എന്ത് പ്രകോപനം ഉണ്ടായാലും മാറ്റാൻ ഉറക്കെ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇതിനകം അവർക്കത് ബോധ്യപ്പെടുന്നുണ്ട്. യാതൊരു സംശയമില്ല. അധികം നാള് ഈ വണ്ടി മുമ്പോട്ട് പോവില്ല ഇവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് കൊല്ലം തുളസി. പക്ഷെ പുള്ളിക്ക് വ്യക്തമായ നിലപാടുണ്ട്. ബിന്ദു കൃഷ്ണയെ പോലെ അത്ര ഇൻഡിപെൻഡന്റ് അല്ലെങ്കിലും കുറച്ച് ഇൻഡിപെൻഡന്റ് മൂപ്പറും. അതായത് തൃപ്പൂണിത്തുറ കെ ബാബുവിന് ജയിക്കാൻ 5 തവണ, താങ്കൾ അവിടുത്തെ വോട്ടർ തന്നെയാണ് എങ്കിൽ പോലും 5 തവണ ജനങ്ങളുമായി നേരിട്ടുള്ള അദ്ദേഹം BDJS-ന്റെ വോട്ട് കച്ചവടം നടത്തി അദ്ദേഹത്തിന് ജയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽ ജയിക്കുമ്പോ ഇത് ഓരോരുത്തരും പക്ഷി ചേരും. ഇതിപ്പോ വരാൻ പോകുന്നതാണ്. അങ്ങോട്ട് കൊടുത്തേക്ക് നിങ്ങൾ രണ്ടു കൂട്ടരും പറയും. ഇതിനകത്ത് നമ്മൾ തൃശ്ശൂർ എന്ന് പറയുന്നത് പ്രകടമായും LDF-ന് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ജില്ലയാണ്. സമ്മതിച്ചു. എറണാകുളം തിരിച്ച് UDF-ന് ഭീകരമായ അഡ്വാൻറ്റേജ് ഉള്ള ജില്ലയാണ്. വെറും അഡ്വാൻറ്റേജ് അല്ല, അതിഗംഭീരമായിട്ട് ഇന്നലെ ഹൈബി ഈഡൻ എറണാകുളത്ത് തോക്കുമെന്നാണ് ആക്സിസ് സർവേ പറഞ്ഞത്. അതിനെ അസംഭാവ്യം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അത് അൺറിയലിസ്റ്റിക്. പക്ഷേ വേറെ കാര്യമുണ്ട്. മുമ്പ് എങ്ങും കാണാത്ത വണ്ണം എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. മുമ്പ് നമുക്കൊരു ക്ലീൻ വാക്ക് ഓവർ ഫീൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഒന്നാന്തരം ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഹൈബി ഈഡന്റെ ജയം എന്ന് പറയുന്നത് ഒരു സംശയമില്ല. ഭയങ്കര തുറന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. സംശയമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. കൊച്ചി കേക്ക് വാക്കാണ് ഇവർക്ക്. പക്ഷെ ഇത്തവണ കൊച്ചിയിൽ LDF വിജയിക്കാനുള്ള സാധ്യത നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ താങ്കൾ ഇതിൽ കുറച്ച് മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. വൈപ്പിനിലെ മിസ്റ്റർ എസ്റ്റർമയും പെരുമ്പാവൂര് നമ്മുടെ സാജു പോളും ആയിരുന്നല്ലോ സിറ്റിംഗ് സീറ്റ് അവരുടെ 2 ഉള്ളതിൽ. പെരുമ്പാവൂര് സാജു പോളിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ഒരു ജിഷ മാത്രമല്ല കാരണം, ഒരു ജിഷയുടെ ഫാക്ടർ ഉണ്ട് അവിടെ. ജിഷയുടെ ഫാക്ടർ പെരുമ്പാവൂർ സാജു പോൾ പെരുമ്പാവൂർ സാജു അജിത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നു. പന്നായി പിടിക്കുന്ന റെഡിക്ക് പെരുമ്പാവൂര് പന്നായി ഉണ്ടോ? ആ എടുക്ക് 101 എടുക്ക്. സാധാരണ ഇത്തരത്തിലുള്ള ഷോക്കെല്ലാം വന്നാൽ നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടാറുള്ളത്. ഇത് അവസാന സമയത്ത് നമ്മൾ തിരിച്ചെടുക്കും. ഒരു പ്രശ്നമില്ല. അജിത്തെ ഉണ്ണികൃഷ്ണൻ അവിടെ തറവായിട്ട് പറയാണ്. ഞങ്ങളും തറവായിട്ട് സാജു പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണ്. ഫാദർ കോൺഗ്രസ് ഇത്തവണ എറണാകുളത്ത് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇത്തവണ എറണാകുളത്ത് വലിയ മാറ്റം വരും എന്നുള്ളതാണ്. വലിയ മാറ്റം. പ്രത്യേകിച്ച് ജിഷ സംഭവത്തിന്റെ അതുകൊണ്ട് അനുബന്ധമായി കിടക്കുന്ന ഒരു 6-7 മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് അതുകൊണ്ട് നടന്നത്. ആ 5-6 മണ്ഡലങ്ങളിൽ 80% പോളിംഗ് നടന്നിട്ടുണ്ട്. ആരെ ബാധിക്കും മുരുക? അതാ ചോദിച്ചു. തീർച്ചയായിട്ടും അത് UDF-നെ ബാധിക്കും. UDF-നെ അല്ലാതെ UDF-നെ അല്ലാതെ വേറെ ആരെ ബാധിക്കും? അല്ല അതൊന്നും അവിടെ കാര്യമില്ല. അമ്മ ഒരു പാർഷ്യൽ റെഫറൻസ് നടത്തിയത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കിളിരൂർ ശാരിയുടെ VIP ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ശാരിക്ക് കിട്ടാത്ത നീതി എങ്ങനെ ജിഷയ്ക്ക് LDF കൊടുക്കുന്നത്? ക്ലാരിഫിക്കേഷൻ നടത്താം.
അതായത് ഈ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. മുമ്പ് സാധാരണ ഇലക്ഷൻ കാണാത്ത അത്ര ടൈറ്റ് ഫൈറ്റ്. അതെ, അതോട് പറയാം. അതിനകത്ത് ഈ ക്രിസ്ത്യൻ വോട്ടിൽ മുമ്പില്ലാത്ത തരത്തിൽ LDF ഒരു ചെറിയ പെർസെന്റ്, വളരെ വലുതല്ല, ഒരു 3 to 4% വോട്ടുകൾ ഒരു സ്വിംഗ് ഇൻ ഫേവർ ഓഫ് LDF കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ മലബാറിനേക്കാൾ കൂടുതൽ LDFന് അനുകൂലമായിട്ട് വരുന്നത് സെൻട്രലിലാണ്, കുറച്ചുകൂടി സെൻട്രലാണ്. അല്ലാതെ സാധ്യത മുസ്ലിം ലീഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ വേണമെങ്കിൽ കളമശ്ശേരിയില് ലീഗിന്റെ കാൻഡിഡേറ്റ് അല്ലേ മത്സരിക്കുന്നത്, മിനിസ്റ്റർ ഇബ്രാഹിം. അല്ല, എല്ലാ മണ്ഡലങ്ങളിലും അങ്കമാലിയെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? അങ്കമാലി സാറിന്റെ അഭിപ്രായം പറയൂ സാറേ. അങ്കമാലി ഒന്നും ഞാൻ കൗണ്ട് ചെയ്യുന്ന മണ്ഡലം അങ്കമാലി കൗണ്ട് ചെയ്യുന്നില്ല. ഏറ്റെടുക്കണ്ട കേട്ടോ, വലിയ പ്രശ്നം ഉണ്ടാവും. ഇനി ബിന്ദു ഇനി ഓരോന്നോരം ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, കുഴപ്പവും ചെയ്യും. പറയും ഈ അതേഴ്സിന്റെ കൂട്ടത്തിലൊന്നും കാണുന്നില്ല. അപ്പൊ PC ജോർജ് ജയിക്കുമെന്ന് മറ്റു പല സർവേകളും കണ്ടു. ജയിക്കില്ലെന്നാണ് ഇവര് പറയുന്നത്. അല്ല, PC ജോർജിന്റെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ മണ്ഡലത്തിന്റെ കാര്യമല്ല പറയുന്നത്. അതിനകത്ത് വരും. അതെ അതെ, തീർച്ചയായും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം PC ജോർജ് ജയിക്കില്ലെന്ന് തന്നെയാണ് ഇവരുടെ സർവേ. പൂഞ്ഞാറിൽ എന്താണ് നിങ്ങളുടെ ഒരു സർവേ? പൂഞ്ഞാറിലെ കടുത്ത മത്സരമാണ്. ജയിക്കുമെന്നുള്ള ഒരു രീതി കാണുന്നില്ല. നല്ല ചതുഷ്കോണ മത്സരം. PC ജോർജ് ജയിക്കുന്നത് കാണുന്നില്ല. ഓക്കെ, നമുക്ക് മധ്യ തിരുവിതാംകൂർ രാജ്യത്തെ നമുക്ക് ക്ലോസ് ചെയ്യട്ടെ. ഇതാണോ സിംഗിൾ എന്ന് പറഞ്ഞു? ഓർത്തഡോക്സ് സഭയിൽ സുറിയാനി സഭയും മറ്റേ പാത്രിയർക്കി സഭയും സഭയും തമ്മിലുള്ള ഭാവകക്ഷിയും തമ്മിലുള്ള തർക്കത്തിന്റെ അജിത്തിന് അറിയാലോ ഏതൊക്കെ വിഭാഗങ്ങളാണ് UDF നിന്ന് മാറിക്കിടക്കുന്ന കാര്യം അജിത്തിന് അറിയാലോ. അല്ലല്ലേ, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് അടിയന്തരമായിട്ട് നമ്മുടെ കൺട്രോളറും ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. മലബാർ കഴിഞ്ഞ് സെൻട്രൽ കേരള കഴിഞ്ഞ് മധ്യ കേരള കഴിഞ്ഞ് നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 39 സീറ്റുകളുള്ള 4 ജില്ലകൾ: ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഒരുപക്ഷെ ആര് കേരളത്തിൽ ഭരിക്കണമെന്ന് കാലാകാലമായി തീരുമാനിക്കുന്ന ഒരു ഭൂമികയാണ് ഈ 39 സീറ്റുകൾ. ഈ 39 ഭരിക്കുന്നത് ഇവിടെ വരെയാണ്. മാത്രമല്ല, അവിടെ എന്ത് കഷ്ടപ്പെട്ടാലും ഇവിടെയുള്ള ചില ഒരു വേരിയേറ്റം വേണമെങ്കിൽ ആ ഭരണത്തെ ഈ പറഞ്ഞ പോലെ അസ്ഥാനത്താണ് ഇരുന്നുമാണ് ഭരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് മിക്ക സമയത്തും ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കുന്നത്. 39 സീറ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യം 25 സീറ്റുകൾ ഈ മേഖലയിൽ LDF ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മേഖലയിൽ ഒരു മേധാവിത്വം എന്നിട്ട് ഭരിച്ചത് LDF അല്ല. 25 സീറ്റുകൾ ഉണ്ടായിരുന്നു അജിത്തെ. അതുകൊണ്ട് ഒരു ചെറിയൊരു അപവാദം അതിനകത്തുണ്ട്. അതായത് മലപ്പുറത്തെയും മറ്റേ മധ്യ കേരളത്തെയും സീറ്റുകൾ കൊണ്ട് UDFന് 72 സീറ്റുകളുടെ ഒരു അംഗസംഖ്യ കൊണ്ട് ഭൂരിപക്ഷം സിദ്ധിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ 25 സീറ്റുകൾ എത്ര കണ്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഈ കുറി LDFന്റെ മുമ്പിലുള്ളത്. എന്താണ് CASന്റെ സർവേ മുമ്പോട്ട് വെക്കുന്ന ഫലം നോക്കാം. LDF 24 മുതൽ 28 വരെ 41.0 വോട്ട്. ഒരുപക്ഷെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവ് വന്നിരിക്കുന്നു അല്ലേ മുൻകാലങ്ങളെ അപേക്ഷിച്ച്. UDF 11 മുതൽ 15 വരെ. UDFനും സീറ്റുകൾ 2-3 നഷ്ടപ്പെടാം. അവിടെ ഗണ്യമായ ഒരു ചോർച്ച UDFന്റെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കാണുന്നു. 37.6. BJP 0 മുതൽ 0 മുതൽ 2 വരെ. അക്കൗണ്ട് തുറക്കാതിരിക്കാം, പക്ഷെ പരമാവധി പോയാൽ 2. പക്ഷെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് മറ്റു മേഖലയേക്കാൾ മുന്നോട്ട് നിൽക്കുന്ന BJPക്ക് 18.3. ഇതാണ് സെന്റർ ഫോർ അൾട്ര സ്റ്റഡീസിന്റെ ഫലപ്രഖ്യാപനം. മുരുകൻ എന്ത് ഇങ്ങനെ പാടും? ഇത് ഫെയറായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണയൊക്കെ തന്നെ LDF വന്ന കാലങ്ങളിലെല്ലാം, LDF അധികാരത്തിൽ വന്ന കാലങ്ങളിലെല്ലാം ഈ മേഖലയിലുള്ള വോട്ട് കൊണ്ടാണ്, ഈ സീറ്റുകൾ കൊണ്ടാണ് ഭരിച്ചിട്ടുള്ളത്. അതേസമയത്ത് കഴിഞ്ഞ തവണ ഇത്രയും കൂടുതൽ സീറ്റ് പിടിച്ചതുകൊണ്ടാണ് ഈ 4 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇതിപ്പം 41 തിരുവനന്തപുരം ജില്ലയിൽ UDFനായിരുന്നു. 41 മുതൽ 41% 37% വ്യത്യാസം, 4% വ്യത്യാസം വരുന്നുണ്ട്. 4% വ്യത്യാസം വരികയാണെങ്കിൽ ഈ വോട്ടിൻ്റെ
സീറ്റിന്റെ കാര്യത്തിൽ ഈ ഒരു ഡിഫറൻസ് വന്നാൽ മതിയോ എന്നുള്ള ഒരു അത് പ്രശ്നം. വളരെ ഫെയർ ആണല്ലോ. അത് നമുക്ക് 11, 14, 13% സോമശേഖർ പറയും. ഈ സെൻട്രലിലാണ് BDJSന്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ, സൗത്തിൽ. അത് ചില സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ, അന്നേരം അവിടെ യഥാർത്ഥത്തിൽ ഈ ഫ്രണ്ടുകളുടെ വോട്ടിൻ്റെ വേരിയേഷൻ ഭയങ്കരമായിട്ട് വരും. മനസ്സിലായി? ഒരുപാട് വോട്ട് കുറയുക ചെയ്യും. അന്നേരം അതിന്റെ പേരിലാണ് ഈ ഡിഫറൻസ് ഇത്രയും വരുന്നാൽ സീറ്റ് കിട്ടാതെ വരാം. സോമശേഖർ, താങ്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട്? അത് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിച്ചു, തലകുത്തി തന്നു അല്ലേ? ഡിഫറൻസ് സീറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വരത്തില്ല. അത് ഉദാഹരണം പറഞ്ഞാൽ ഈ BJPയുടെ വോട്ട് കുറച്ചുകൂടെ അധികം വന്നാൽ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡുകളെല്ലാം തെറ്റും. കാരണം ഈ ഏതെങ്കിലും ചില പോക്കറ്റുകളിൽ മാത്രം വോട്ട് വരികയും ടോട്ടൽ വരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് അനുസരിച്ച് സീറ്റ് കിട്ടാതെയും വരുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ആ ഒരു ഫിനോമിന ഏറ്റവും കൂടുതൽ കാണുന്നത് യഥാർത്ഥത്തിൽ സൗത്തിൽ വരുന്നതാണ്. BDJSന് എപ്പോഴും വോട്ട് കൂടുതൽ കിട്ടുന്നത് സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അത്രയും വലിയൊരു എഫക്റ്റ് ഇല്ല. വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഹിന്ദു ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് UDFന് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്നത് സൗത്തിലാണ്. ഹിന്ദു ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ അത് ആർക്ക് അനുകൂലമാവും? അത് BJPക്ക് തന്നെയാണ്. BJPക്ക് തന്നെ. അത് LDFിലേക്ക് പോകുന്നേ ഇല്ല. LDFിൽ നിന്നും ചെറുതായിട്ടൊരു നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഹിന്ദു ഫോർവേഡ് കമ്മ്യൂണിറ്റി. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഫൈൻഡിങ്സ് നമ്മുടെ ഫക്രുദ്ദീൻ്റെ ഇൻഡിപെൻഡൻറ്റ് സർവേ ഉണ്ട്. പക്ഷെ ആ സർവേക്ക് അപ്പുറത്ത് വേറൊരു സർവേ ഉണ്ട്. ഈ സർവേ പ്രകാരം ഇങ്ങനെയാണ് കാണുന്നത് ഫക്രുദ്ദീൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം താങ്കൾ തിരിച്ചു വന്നപ്പോൾ ഒരുപക്ഷെ ഈ ഫലമാണ് നമുക്ക് സൗത്ത് കേരളയെ മുൻനിർത്തി നൽകാൻ കഴിയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് സൗത്ത് കേരള. പക്ഷേ സാധാരണ എല്ലാ ആൾക്കാരോടും വിയോജിക്കുന്ന ആളാണ് ഫക്രുദ്ദീൻ. പക്ഷേ വിയോജിച്ചിരിക്കുന്നത് ഇതിൽ പക്ഷേ ഒരു 24, 28 എന്നുള്ളത് ചെറിയൊരു വ്യത്യാസം. എത്ര വരും? ഒരു 20, 24. 20, 24. ഫക്രുദ്ദീന്റെ കണക്ക് പ്രകാരം LDFന്റെ സീറ്റ് ഇവിടെ കുറയാൻ സാധ്യതയുണ്ട്. സമ്പത്ത് ഇതാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി 25 സീറ്റാണ്, അത് 28 വരെ പോകാൻ പരമാവധി. അതായത് വലിയൊരു വേരിയേഷൻ സംഭവിക്കുന്നില്ല. അത് വേണമെങ്കിൽ ട്രിവാൻഡ്രത്തെ 2-3 സീറ്റുകൾ കൂടി അധികം കിട്ടുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ അത്ര വ്യത്യാസം വരുന്നത്. താങ്കൾ കണക്കിൽ പറയുന്നതിനേക്കാൾ LDFന് കുറച്ചുകൂടി സീറ്റ് കിട്ടും. ആ സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറയുന്നത് നിലവിലുള്ളതിൽ ഇപ്പോൾ ഒരു BDJSന്റെ സാന്നിധ്യം എന്നുള്ളത് ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങളിൽ അതെല്ലാം ഒരു കടുത്ത മത്സരത്തിലേക്ക് ചിലപ്പോൾ കൊണ്ടെത്തിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് UDFന് അവിടെ നിന്ന് ഗെയിൻ ചെയ്യാൻ കഴിയില്ല. കൊല്ലത്ത് നിന്ന് നിലവിലുള്ള LDFന്റെ സീറ്റ് അങ്ങനെ കുറയുന്നില്ല. അത് കുറയില്ല. തിരുവനന്തപുരം ജില്ലയിൽ സംഭവിക്കാൻ പോകുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ ഈ അടുത്ത കാലത്ത് LDFന് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുടെ ഷെയർ തിരുവനന്തപുരം ജില്ലയിൽ. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 6, ഞങ്ങൾ 8 ഇത്തവണ അത് LDF 8, അവർ 6 എന്നുള്ള നിലയിലേക്കല്ല. LDFന്റെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വാസ്തവത്തിൽ അത് 2 അക്ക സംഖ്യയിലേക്ക് എത്തും. 10-അപ്പുറത്തേക്ക് പോകും. അല്ല സമ്പത്ത്, അങ്ങനെ താങ്കൾ പറയുമ്പോൾ പോലും ഒരു 3-4 സീറ്റിന് ഇൻക്രീസ് അവിടെ വരുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാല് ആലപ്പുഴ നിങ്ങൾ റീറ്റെയിൻ ചെയ്യുന്നു, കൊല്ലത്തൊരു സീറ്റ് നഷ്ടപ്പെടുന്നില്ല, തിരുവനന്തപുരത്ത് 2-3 സീറ്റുകൾ വരുന്നു. അത് കറക്റ്റാണ്. അപ്പൊ 28 സീറ്റ് അല്ല, കഴിഞ്ഞ തവണ LDFന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? അപ്പൊ തിരുവനന്തപുരത്ത് താങ്കൾ കാണുന്നത് 25 സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ നിന്നാണ് ഞാൻ ഈ വർധനവ് പറഞ്ഞത്. അപ്പൊ അത് 28ലേക്ക് പോകാം, 28, 29ലേക്ക് പോകാം. ഓക്കെ, വലിയ വ്യത്യാസമില്ല. അപ്പം സമ്പത്തും അംഗീകരിച്ചിരിക്കുന്നു. ആ 28 എന്നുള്ളത് 29 ആകാം. വലിയ വ്യത്യാസം സമ്പത്തും പറയുന്നില്ല അല്ലേ? കഴിഞ്ഞ തവണത്തെ ഉള്ളത് പോലെ അല്ലാത്തൊരു പ്രതിഭാസമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച BDJSും BJP ആയിട്ടുള്ള ഒരു ഇത്. അത് തെക്കൻ മേഖലയിലാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ അത് പ്രകടമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അതുപോലെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല ഈ മുന്നോക്ക ഹിന്ദുക്കളുടെ കാര്യം നേരത്തെ സോമൻ സാർ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്നത് സ്പ്ലിറ്റായി 3 മുന്നണികൾക്കും ഗുണം ചെയ്യാനല്ലേ സാധ്യത കൂടുതൽ? അല്ലല്ല, അത് നമുക്ക് ആ പെർസെൻറ്റേജ് വോട്ട് കാണുമ്പോൾ മനസ്സിലാകുക. അത് അങ്ങനെയല്ല കാണുന്നത്. അതിനകത്ത് എനിക്കും ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്നറിയോ, അങ്ങനെ ഫോർവേഡ് കമ്മ്യൂണിറ്റി എൻറ്റയർലി BJP ഇതിലേക്ക് പോകുന്നു എന്നുള്ള റീഡിങ് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് നല്ല സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇന്നലത്തെ ആക്സിസ് സർവേയില് ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ സ്വിങ് LDFന് അനുകൂലമായിട്ടാണ് അവർ റീഡ് ചെയ്തത്. കാരണം BDJS പ്രസൻസ് ഉള്ളതുകൊണ്ട് ഒരു കൗണ്ടർ മൂവ്മെന്റ് അതിനകത്ത് ഉണ്ടാവുകയും പല ഫോർവേഡ് MS കുമാറിന് ഒഴിവാണ്. ഈ ഫിഗർ 0 മുതൽ 2 വരെ ഈ ഫിഗറും യാഥാർത്ഥ്യവും തമ്മിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ പൊരുത്തമില്ല. ഒന്ന്, BDJSന്റെ ശക്തമായ സ്വാധീനമുള്ള മേഖലയാണെന്ന് പറയും. അത് ഇന്നലെ വരെ BJPക്ക് കിട്ടാത്തൊരു ഘടകമാണ് അത് വരുന്നത്.
നേരത്തെ UDF-നോടൊപ്പം നിന്നിരുന്ന സവർണ ഹിന്ദു വോട്ടുകൾ കിട്ടുമെന്ന് അവർ പറയുന്നു. കുറച്ച് ആയിക്കോട്ടെ, കുറച്ച്. എന്നിട്ട് 18% വോട്ടേ BJPക്ക് ഉള്ളൂ എന്ന് പറയുന്നതും 0 മുതൽ 2 വരെ സീറ്റേ ഉള്ളൂ എന്ന് പറയുന്നതും ഒരിക്കലും BJP എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മേഖലയിൽ നിന്ന് ഈ 18% ഒന്നുമല്ല, ഞങ്ങൾക്ക് മോർ ദാൻ 25% വോട്ടും 5ഓളം സീറ്റുകളും ഈ 5ഓളം സീറ്റുകൾ തെക്കൻ മേഖലയിൽ നിശ്ചയമായും കിട്ടിയിരിക്കും. നിശ്ചയമായിട്ടും പറ, 5 സീറ്റിന്റെ പേര് പറ. ചെങ്ങന്നൂർ, കഴക്കൂട്ടം, തിരുവനന്തപുരം, സോറി, നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് കുമാറിന് നമ്മൾ 19-ാം തീയതി ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. 5 സീറ്റുകൾ. കുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാക്കി ഒരു സർവേ പോലും താങ്കൾക്ക് ഇത്രയും % വോട്ട് തന്നിട്ടില്ല. ഞാനാണ് കുറച്ചും കൂടി ഉദാഹരണ മനസ്സിലാക്കാൻ ഈ കുമാറിനോടൊരു സ്നേഹം കാരണം. അതുകൊണ്ട് ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഓക്കെ, അപ്പൊ 5 സീറ്റും പ്രഭാഷ് 5 സീറ്റും 25% വോട്ടും സാധ്യമാണോ? അല്ല, കുമാർ പ്രതീക്ഷിക്കുന്നു എന്നല്ലേ പറഞ്ഞല്ലോ, അതിനെന്താ തെറ്റ്? താങ്കൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറയാം. അതായത് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കലും ശരിയാവാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ 25% കിട്ടുമെന്നുള്ളത്. അതായത് ഹിന്ദു മൊത്തം റിലീജിയൻ എടുത്താൽ വെറും 54% ഉള്ളൂ. ഈ 54%-ന്റെ 50% പിടിച്ചാൽ പോലും 27% വരും. മാത്രമേ BJPക്ക് കിട്ടൂ അല്ല, എന്നുള്ള നിഗമനമാണ്. എവിടുന്ന സോമാലിയ ഇമ്പോർട്ട് ചെയ്യോ? ഇഷ്ടം പോലെ എനിക്കൊരു കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞില്ലേ, കുമാർ പറഞ്ഞല്ലോ ഹിന്ദു വോട്ട് മാത്രമല്ല BJPക്ക്. ഇത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ക്യാമ്പയിൻ മൊത്തം ഹിന്ദുത്വം എന്ന് പറഞ്ഞ് പോകുമ്പോ ആലോചിക്കണമായിരുന്നു വലിയൊരു വിഭാഗം വിശ്വസിച്ചിട്ടില്ല. ഇവിടെ BJPക്ക് ലഭിക്കാൻ ഹിന്ദു വോട്ടുകൾ അല്ലാതെ ലഭിക്കാൻ മുസ്ലിം വോട്ടുകളൊന്നും ലഭിക്കില്ല. അടുത്തത് ക്രൈസ്തവരുടെ കുറെ വോട്ടുകൾ ലഭിക്കാം. അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നെഗ്ലിജിബിൾ. പക്ഷെ അതല്ലാതെ അല്ലാതെ ക്രൈസ്തവരെല്ലാം വന്ന് BJPക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ഇത് റിയലിസ്റ്റിക് 18% ഒട്ടും മോശമല്ല. മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം അല്ല, മുറിയാന്ന് പറഞ്ഞു, ഇവിടെ LDF-ന് ഇതിൽ കവിഞ്ഞ സീറ്റ് കിട്ടും. ഇതിൽ ഒരു സീറ്റല്ല, അത് കൂടുതൽ. കാരണം പറയാം, ഇവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളായിരിക്കും LDF-ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുക്കാൻ പോകുന്നത്. ആ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ 15 ജില്ലയൊന്നും കട്ടക്കട്ട നിൽക്കുമെന്നല്ലാതെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ, പിന്നെ ആലപ്പുഴ BJDS-ന് കുറച്ച് സ്വാധീനമുണ്ട്. തിരുവനന്തപുരത്ത് BJDS-ന്റെ ഒരു സാന്നിധ്യവും ഒരു പ്രസക്തിയും തിരുവനന്തപുരത്ത് BJPക്ക് അനുകൂലം. ഓക്കെ, അപ്പം അജിത്ത് ഇവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് ഒന്ന് സ്വാഭാവികമായിട്ട് ആറ്റിങ്ങലും വർക്കലയും അരുവിക്കരയും ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളും LDF-നോ ലഭിക്കാനാണ് സാധ്യത. പിന്നെ അടുത്തത് 2 സീറ്റുകൾ നേമവും കഴക്കൂട്ടവും BJPക്ക് ലഭിച്ചു. പക്ഷേ ആ ലഭിക്കുമെന്ന് 100% വിശ്വസിക്കാൻ പറ്റില്ല. അജിത്ത് കോംപ്ലിക്കേറ്റഡായി. എന്താ കാരണം ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേഷൻ. അതായത് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലഭിക്കാൻ സാധ്യത 2 സീറ്റുകളാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഈ 2 സീറ്റ്, കാരണം നേമത്ത് ലഭിക്കാൻ സാധ്യത, അവസാനം മുസ്ലിങ്ങൾ തിരിച്ചോട്ട് ചെയ്തു. അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ അവിടെ നേമത്തെ സാധ്യത കുറയും. അപ്പൊ കുമാറിന് 5-25 എന്നുള്ള സാധനം 25-5 ഇല്ല. ആകെ കിട്ടാൻ പോകുന്ന 2 സീറ്റാണ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ 2 സീറ്റ് തന്നെ തെക്കൻ പ്രദേശത്ത് ടൈറ്റാണ്, പ്രയാസമാണ്. അത് കിട്ടിയില്ലെങ്കിൽ അത് LDF-നാ പോകുന്നത്, അല്ല UDF-ന് കിട്ടില്ല. എനിക്കൊരു സാധനം തുളസിയുണ്ട്. അതായത് ഇപ്പം തിരുവനന്തപുരത്ത് താങ്കളെ പോലുള്ള ആൾക്കാർ മുമ്പും പിമ്പും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഈ BDJS വന്നുകൂടിയിട്ട് തിരുവനന്തപുരത്ത് കൺവെൻഷണലായിട്ട് BJP പിന്തുണച്ചുകൊണ്ടിരുന്ന നായന്മാരൊക്കെ ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങി.